നമ്മള് സ്റ്റഡി സെന്ററും നല്ല തീരുമാനം. ഹലോ സാർ. നല്ല തീരുമാനം സാർ, അതാ കുട്ടി പറഞ്ഞ കറക്റ്റാ. വടകര റീജിയണൽ സെന്ററിൽ അങ്ങനെ ഇൻഫർമേഷൻസ് വിളിച്ചിട്ട് നമുക്ക് ഒന്നും കാര്യങ്ങൾ കിട്ടാറില്ല. ഞാൻ സ്റ്റഡി സെന്ററിലാണ് വിളിക്കുന്നത്, റീജിയണൽ സെന്ററിലല്ല വിളിക്കല്. കോപ്പറേറ്റീവ് കോളേജിൽ വിളിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കൂ. ഇപ്പൊ നിങ്ങളിലെ മിടുമിടുക്കരായിട്ടുള്ള നമ്മളുടെ കുറെ ആളുകളുണ്ട്. അവരെ കോ അഡ്മിന്മാരായിട്ടും ഡെപ്യൂട്ടി അഡ്മിന്മാരായിട്ടും കുറെ പേര് നമ്മളുടെ ഉള്ളതില് അവർ ക്ലാസ്സുകൾ അവർക്ക് വേണ്ടി പഠിക്കുന്നതിനെ അവർ ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അത് നമ്മൾ എം നോട്ട്സിലൂടെ പബ്ലിഷ് ചെയ്യുന്നു. അത് ടെലഗ്രാം ചാനലിലൂടെ വരുന്നു. അങ്ങനെയുള്ള കുറെ സംഗതികൾ നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ നല്ല പഠിതാക്കളായി മാറുകയും നല്ല ഒന്നാം തരം ടീച്ചറായി മാറുകയും ചെയ്യുന്നു. പിന്നെ ഒരു രഹസ്യം പറയട്ടെ, പൊതുവെ PSC കിട്ടുന്നത് വരെ പരിശ്രമം, ശേഷം പറയോ ആരെങ്കിലും? വിശ്രമം. ബേജാറാകണ്ട, നമുക്ക് തുഴയാം, നമുക്ക് ഒന്നിച്ച് തുഴയാം, ഈ വഞ്ചി ഒന്നിച്ച് തുഴയാം. ഓക്കെ, അപ്പൊ ഒരു കുഴപ്പവുമില്ലാതെ. പക്ഷെ ഇതെല്ലാം നമ്മളുടേതായിട്ടുള്ള സൗകര്യങ്ങള് ഓരോരുത്തരും നമ്മൾ ഉണ്ടാക്കിയ ചില അവസ്ഥകളാണ്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു രൂപ പോലും നമ്മൾ ആരുടെ അടുത്തും വാങ്ങുന്നില്ല. നല്ല മനസ്സുകളായിട്ടുള്ള കുറെ കോ അഡ്മിന്മാരുടെ സഹായത്തിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ നോക്കൂ, ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇത്രയും പേരുടെ എല്ലാ സംഗതികളും നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് വേണ്ടേ? ആ ഇന്റർനെറ്റിന് കാശ് കൊടുക്കണ്ടേ? അപ്പൊ ഇതൊക്കെ നമ്മളുടേതായിട്ട് ഒരു സോഷ്യൽ എത്തിക്സിൽ നമ്മൾ ഇത് ചെയ്യുകയും, അതുകൊണ്ടാണ് കേരളമല്ല ഇപ്പോ UAE അടക്കം ഇപ്പൊ മിസ്റ്റർ ഷാ കോട്ടക്കൽ ഇതിന്റെ അകത്തുണ്ട്, മൊയ്തീൻ ഷാ, ഗൾഫിലുള്ള സ്റ്റുഡൻസ് അടക്കം നമുക്കുണ്ട്. ഇന്നൊരു 3 പേരുമായിട്ട് കൗൺസിലിംഗ് ആയിരുന്നു. രാവിലെയൊക്കെ എനിക്ക് കൗൺസിലിംഗ് പ്രോസസ് ഉണ്ട്. ഓക്കെ, പല മേഖലയിലുള്ള ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നു. കാരണം എന്താണ്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവനും നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിന്റെ അകത്ത് എന്താണെന്ന് അറിയാമോ മോളൂ? ഫ്രാങ്ക് ആയിട്ട് പറയാം, ഓപ്പൺ ആയിട്ട്, പഠന ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് ആ ഗ്രൂപ്പിന്റെ അകത്ത് 4-5 ബിസിനസ്സുകാർ കയറി പറ്റിയിട്ടുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 924 പേര് ഗ്രൂപ്പിന്റെ അകത്ത്, ടെലഗ്രാം ഗ്രൂപ്പിന്റെ അകത്ത് വന്നിട്ട് എന്നെ മുഹമ്മദ് മുബാറക് മാസ്റ്ററിനെയും 10-14 കോ അഡ്മിന്മാരെയും വിശ്വസിച്ച് അവര് കുറെ ഡാറ്റകൾ, അവരുടെ പേഴ്സണൽ ഡാറ്റകൾ എല്ലാം തന്ന് ഇങ്ങനെ നമ്മളുടെ കയ്യിൽ ഒരു രീതിയിലെ പഠന പ്രവർത്തനത്തിന് വേണ്ടി, എം നോട്ട്സിലെ പഠന ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്രൂപ്പിലേക്ക് പോകുന്നതിന് പകരം പോകാൻ പറ്റാതിരിക്കുന്നത് അതിന്റെ അകത്ത് 5-6 പേരെ എനിക്ക് സംശയമുള്ളത് കൊണ്ടാണ്. അവരുടെ ഡാറ്റകൾ പെർഫെക്റ്റ് അല്ല. ചുക്ക് എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ചുണ്ണാമ്പ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. അതും PGയുടെ പേര് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് അവരെ സംശയിച്ചേ പറ്റൂ. അവരെ ക്ലിയർ ആക്കി റാക്ടിഫൈ ചെയ്തതിന് ശേഷമേ എനിക്ക് അതിനെ പ്രസിദ്ധീകരിക്കാൻ പറ്റുകയുള്ളൂ. 924 പേരിലെ 4 പേര് ഇടങ്ങാറുണ്ടാക്കിയാ പോയില്ല കുട്ടി കാര്യം. നാല് വേണ്ട, 1 മതിയല്ലോ. 4 പേരെ എനിക്ക് ഇനിയും ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ അതൊക്കെ അതിജീവിക്കും. കാരണം അത്രയും ശക്തരായ ടീം നമ്മളോടൊപ്പം ഉണ്ട്. ഓക്കെ, ഇനി ഞാനൊരു ചെറിയ ഒരു സംഗതിയിലേക്ക് ഈ പ്രോഗ്രാമിനെ ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ മീറ്റിംഗ് അവസാനിച്ചിട്ടില്ല. നമ്മളുടെ ആൻസി മാം, MSW ഉണ്ടോ? ആൻസി, മിസ് ആൻസി, ഓക്കെ ഉണ്ടോ? ആൻസി മാം ഉണ്ടോ?
ഒരു സിസ്റ്റർ അനുജ മാം. സിസ്റ്റർ അനുജ. യെസ് സിസ്റ്റർ അനുജ, താങ്കളുടെ ഇതുവരെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. താങ്കളുടെ പഠനാനുഭവം, ഇഗ്നോയുമായുള്ള പഠനാനുഭവം ഒന്ന് പങ്കുവയ്ക്കും. ഇഗ്നോ ഞാന് ഈ റീജൻ സെന്റർ കൊച്ചിനാണ് ഈ കഴിഞ്ഞ ജനുവരിയില് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതില് അസൈൻമെന്റ് വെച്ചു. പക്ഷെ എക്സാം ഡിസംബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ജനുവരിയിലേക്ക് മാറ്റി. ഇപ്പൊ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എക്സാം എപ്പോഴാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ അതിന്റെ ഒരു ടെൻഷനിലാണ്. ഏതാണ് പ്രോഗ്രാം? MSW. MSW ചെയ്യുന്നതിന് മുമ്പ് ഡിഗ്രിയിൽ ഏതായിരുന്നു? ഞാൻ BSW ആയിരുന്നു. BSW. ഈ BSW ചെയ്യുന്നതിന് മുമ്പ് +2 ഏതായിരുന്നു? +2 ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഹ്യൂമാനിറ്റീസിലെ എക്കണോമിക്സിലെ അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ റിസ്ക് ബെയറിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊഡക്ഷൻ കേട്ടിട്ടുണ്ടല്ലോ. ഈ അൺസർട്ടേണിറ്റി ആണ് ഇപ്പൊ കാലം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് റിസ്ക് ആണ്, റിസ്ക് ബെയറിംഗ് ആണ്. നമ്മൾ എല്ലാവരും റിസ്കിലാണ്. പക്ഷെ ഈ എക്സാം എന്തെങ്കിലും നടക്കുവോ? സംശയം എന്താണ്? എക്സാം നടന്നിരിക്കും. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. ഇതുവരെ പറഞ്ഞിരുന്നത് ഇപ്പൊ ജനുവരി, അതായത് ഇന്ന് 18ആയി, 20-ാം തീയതി തുടങ്ങുന്നതായിരുന്നു. അപ്പൊ അത് എക്സ്റ്റെൻഡ്, അതായത് ജനുവരി 20 തൊട്ട് ഫെബ്രുവരി 23 വരെയാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ വന്നേക്കുന്ന അറിവ് ഫെബ്രുവരി 23 കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എംനോട്സിലെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടില്ലായിരുന്നു സാറേ. അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ഇങ്ങനെ വന്നുള്ളൂ. ഡേറ്റും പിന്നെ അറിയില്ല. എക്സ്റ്റെൻഡ് ചെയ്തു. പരീക്ഷ തുടങ്ങുന്നതിന് 15 ദിവസത്തിന് മുമ്പെങ്കിലും ഇഗ്നോ അതിന്റെ പോർട്ടലിൽ കൃത്യമായി ഡേറ്റ് പബ്ലിഷ് ചെയ്യും. അപ്പൊ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇഗ്നോയുടെ പോർട്ടൽ വാച്ച് ചെയ്യണം. അല്ലെങ്കിൽ എംനോട്സ് വാച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും, കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ. MSW അല്ലേ ചെയ്യുന്നത്? MSWയിലെ കണ്ടന്റുകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യൂ. ഒരു കൊല്ലത്തെ പഠനാനുഭവം, ഒരു പരീക്ഷയാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എന്തൊക്കെയാണ് MSWയിലുള്ള ചേരുവകൾ എന്ന് പുതിയ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വേണ്ടിയുള്ള താങ്കളുടെ പഠനാനുഭവം. മിസ് ആൻസി പോയി. ഓക്കെ, വേറെ ഒരാൾ? അഖിലേഷ് കുമാർ. പറഞ്ഞോളൂ അഖിലേഷ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആരെങ്കിലും ഉണ്ടെന്ന് അറിയാമോ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. PG സ്റ്റുഡന്റും ഉണ്ട്, ഡിഗ്രി സ്റ്റുഡന്റും ഉണ്ട്. BA ഓണേഴ്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണോ അതോ ജനറൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണോ? ഓണേഴ്സ്. പഠന ഗ്രൂപ്പിൽ അംഗങ്ങൾ ഉണ്ട്. ഓക്കെ, നമുക്കൊരു 15 ദിവസത്തിനുള്ളിൽ പഠന ഗ്രൂപ്പ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സാറേ ജൂലൈയിൽ അഡ്മിഷൻ എടുത്തേക്കുന്നത്. ഇപ്പൊ അതിനെപ്പറ്റി ഒരു അനക്കമില്ല, ഒന്നുമില്ല. അത് അനക്കാനാണ് നമ്മളൊക്കെ ഈ അനക്കിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അനക്കുന്നത് മീറ്റിംഗിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നോ? ഏതാ മീറ്റിംഗ്? ഫസ്റ്റ് ഒരു വട്ടം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ജോലി. ഇന്നത്തെ മീറ്റിംഗിൽ തുടക്കം മുതൽ പങ്കെടുത്തോ? ഫസ്റ്റ് കുറച്ചു നേരം ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ വണ്ടിയിൽ നിന്നുകൊണ്ടാണ് മീറ്റിംഗ് പങ്കെടുത്തത്. പെട്ടെന്ന് ഓട്ടം വന്നത്. അയ്യോ, അപകടമൊന്നും ഉണ്ടാക്കിയേക്കരുത്. വീട്ടിൽ വന്നു. ഓക്കെ, നിർബന്ധമായും ഈ വീഡിയോ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അത് കാണുക. കാരണം തുടക്കത്തിൽ കുറെ സംഗതികൾ നിങ്ങൾ ചെയ്തിരിക്കേണ്ടതുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തന്നെ പഠിച്ചു തുടങ്ങാം, ആരെയും കാത്തു നിൽക്കാതെ എന്നുള്ളതാണ് ബേസിക് പ്രിൻസിപ്പൽ. എക്സാം അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റുമോ നമുക്ക്? അതിനൊരു മറു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. എപ്പോഴാണ് കൊറോണ അവസാനിക്കുക? പറയാൻ പറ്റില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇതും. അല്ല, എന്നാലും പെട്ടെന്ന് നമുക്ക് നടത്തും. ഒരു പഠിക്കാൻ സമയം കിട്ടാണ്ട് ഒരിക്കലുമില്ല.
ഇഗ്നോ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നത് 15 ദിവസത്തിന് മുമ്പെങ്കിലും വിവരം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോഴേ സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെ വരും? സ്റ്റഡി മെറ്റീരിയൽസ് വരും, വന്നുകൊണ്ടിരിക്കുന്നു. ഓ ശരി, ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, അടുത്ത ഒരാൾ. ഹലോ സാർ. പറഞ്ഞോളൂ. ഹലോ സാർ, എന്റെ പേര് അഭിരാമി. ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ 2021 എന്താ സാർ ഫേസ് തന്ന് സംസാരിച്ചൂടെ എന്ന്. ഒരു റാപ്പോ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, പറഞ്ഞോളൂ അഭിരാമി. ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ 2021 സെഷനിൽ MA ഇംഗ്ലീഷിന് അഡ്മിഷൻ എടുത്ത ആളായിരുന്നു. കൺഫർമേഷൻ മെയിൽ എനിക്ക് വന്നതിന് ശേഷം ഞാൻ എന്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് തന്നെയായിരുന്നു സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ആ സൈറ്റ് ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോ ഈ ഡേറ്റ് ഞാൻ നോക്കുമ്പോൾ സൈറ്റിൽ എന്റേത് യൂസർ നെയിം തെറ്റാണ്, പാസ്വേഡ് ഇതല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്. അതെന്തുകൊണ്ടാണ് സാർ? വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം. വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം. ഒരു കൂട്ടം ഇൻഫർമേഷൻസ് അഡ്മിഷൻ പാച്ച് ജൂലൈ 21 ഇപ്പൊ ഉള്ള ഈ സ്റ്റുഡൻസില് 99% കുട്ടികളും ഈ ജൂലൈ അഡ്മിഷൻ സെഷനിലെ കുട്ടികളുടെ മൊത്തം ഡാറ്റയെ ഇപ്പോ ഇഗ്നോ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാറ്റയെ ഷഫിൾ ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലേക്ക് നമ്മൾ പോയി, ഒരു മാളിൽ പോയി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്ത് ചെയ്തു? ട്രോളിയിലിട്ടു. ട്രോളിയിലിട്ടതിന് ശേഷം ബിൽ സെക്ഷനിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. ബില്ലിൽ നിന്നും വാരി വലിച്ച് ബില്ലടിക്കുക മാത്രമേ മൂപ്പരുടെ ലക്ഷ്യമുള്ളൂ. ഈ മെറ്റീരിയൽ ഒന്നിപ്പിക്കുക എന്നുള്ളത് മൂപ്പരുടെ ലക്ഷ്യമല്ല. എല്ലാം കൂടി ഒരു ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. 5 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പേപ്പർ ബാഗിന് വാങ്ങിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ സാധനം എല്ലാം കൂടി നമ്മളിപ്പോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. വീട്ടിലെത്തിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും? ഓർഗനൈസിംഗ് എന്ന് പറയും. ഓർഗനൈസിംഗ്. ഞാൻ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഒരു വീഡിയോയില് കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഓർത്തു വെക്കാൻ ന്യൂമോണിക് ഡിവൈസ് വളരെ നല്ലതാണ്. ട്രൈയിങ് എ ന്യൂമോണിക് ഡിവൈസ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് കോപ്പയാണ്. കോപ്പൈ, ഈ കോപ്പൈ തമിഴിൽ ഇത് കോപ്പയാണ്. ഓക്കെ, COPAI, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ ആണ്. ഇങ്ങനെയാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് എത്തുമ്പോ കുട്ടി കോപ്പയും കൊണ്ടാണ് പോകുന്നത്. കളക്ഷൻ, ഓർഗനൈസേഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതിനെപ്പറ്റി കുട്ടി ഒരു എസ്സേ തന്നെ പിന്നെ എഴുതും. ആ ഒറ്റ ന്യൂമോണിക് വേർഡ് കൊണ്ട് ഒരു എസ്സേ എഴുതും. സീനെ പറ്റി ഒരു പാരഗ്രാഫ്, ഓയിനെ പറ്റി ഒരു പാരഗ്രാഫ്, അതിലെ പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ എല്ലാം കുട്ടി ചെയ്യും. ഇത് ഞാൻ പറഞ്ഞ വീഡിയോന്റെ ചുവട്ടിൽ ഒരു അതിബുദ്ധിമാൻ ചെയ്തിട്ടുള്ള ഒരു കമന്റ് കേട്ടോ, സാറ് കോപ്പൊന്നും പറയാണ്ട് കാര്യം പറയാന്ന്. ആ പറഞ്ഞ എക്സാമ്പിളിന്റെ സ്വീകാര്യത എത്രത്തോളം എന്ന് ആ മനുഷ്യനെ ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. മാഷ് ഒരു കോപ്പും പറയാൻ നിൽക്കേണ്ട, കാര്യം പറയാന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ? ഏറ്റവും നല്ല ക്ഷമാലു ആയിരിക്കണം ഒരു യൂട്യൂബർ, ഒരു പ്രൊമോട്ടർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞത് എന്തിനായിരുന്നു അഭിരാമി? ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് കുറച്ചുകൂടി നോക്കുവാന്നല്ല ഉദ്ദേശിച്ചത് സാറ്. പിന്നെയും സൈറ്റിൽ കയറിയിട്ട് നമ്മൾ തന്നെ കുറച്ചുകൂടി ഇരിക്കുക, ഓർഗനൈസ് ചെയ്യുകയാണ്. ഓർഗനൈസ് ചെയ്യുമ്പോ ചിലപ്പോ നമ്മൾ സെഞ്ചിയിൽ നിന്ന് എടുത്തിട്ട് ചിലപ്പോ ചെയറിൽ വെക്കും, ചിലപ്പോ ടേബിളിൽ വെക്കും, ചിലത് നേരെ കൊണ്ടുപോയി അലമാരയിൽ വെക്കും. അപ്പൊ അലമാരയിലുള്ള ബാക്കിയുള്ളവർ അതെ എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ബേജാറാവും. പക്ഷെ എല്ലാം കൂടി എന്താവും? ഒരു ടൈം എത്തുമ്പോ എല്ലാം കൂടി വെൽ ഓർഗനൈസ്ഡ് ആവും.
അല്ല എനിക്ക് ടെൻഷൻ ആയത് എന്താന്ന് വെച്ചാൽ ഞാനിതൊരു മുന്നേ ഞാനിത് നല്ല വൃത്തിക്ക് ലോഗിൻ ആക്കി വെച്ചതായിരുന്നു. പിന്നെ എന്റെ യൂസർ നെയിം തെറ്റെന്നെല്ലാം പറയുമ്പോ പിന്നെ അത് അതല്ലാണ്ട് മറ്റേ എൻറോൾമെന്റ് നമ്പർ അടിച്ചിട്ടുള്ളതും കൂടി നോക്കി. മീറ്റിംഗിൽ പറഞ്ഞത് നിങ്ങൾ അല്ലാത്ത കാരണം കൊണ്ട് എന്തെങ്കിലും എറർ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു ബേജാറാകണം? കണ്ടിന്യൂസ് ഒരു 10 ദിവസത്തോളായി. 10 ആയുള്ളൂ. അല്ല ഞാനൊരു 10 ദിവസം ക്ഷമിക്കൂ, അയ്യോ ബേജാറാകണ്ട. പിന്നെ ഇല്ല ഇല്ല നമുക്ക് ഇഗ്നോന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ എങ്ങനെയാ മനസ്സിലാവോ? അതിന് 3 മാർഗമാണുള്ളത്. 3 മാർഗമാണുള്ളത്. ഡെയിലി ഒരിക്കലെങ്കിലും യൂട്യൂബിലൂടെ എം നോട്ട്സ് വാച്ച് ചെയ്യുക. ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സംഗതി, ഡെയിലി ഒരിക്കലെങ്കിലും ഇഗ്നോയുടെ വെബ്സൈറ്റിലേക്ക് അറ്റൻഡ് ചെയ്യുക. അവരത് പക്ഷെ സൈറ്റ് എപ്പോഴും ജാമായിട്ട് കളിക്കലാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞ് വലിയ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ ചെറുതായി കാണരുത്. ഇല്ല ഇല്ല. ഓക്കെ, നമുക്കൊക്കെ ഊർജം തരുന്ന വലിയ പ്രസ്ഥാനമാണ് ഇത്. തീർച്ചയായും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ല സുഹൃത്തുക്കളോട് നല്ല വർത്തമാനത്തിനാണ് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡി. ഓക്കെ. ഇടങ്ങേറ് പറയുന്നവരുമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, അശ്വിൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഒരാൾ ഒരു കാര്യം ചോദിച്ചപ്പോ ഇഗ്നോയ്ക്കൊന്നും വിലയില്ല, ഇഗ്നോയിലെ ഡിഗ്രി ചെയ്താൽ BEd ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചില മഹാനുഭാക്കളുണ്ട്. അതെ അതെ, എന്റെ അടുത്തും എന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മോഡാണ്. അതെ അതെ, അതിന് വില കുറച്ച് കാണരുത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിലയില്ല എങ്കിൽ മറ്റുള്ളവർ ആരാണ് നിങ്ങളെ വില തരിക? അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അഭിമാന ബോധം ഉണ്ടാവണം. തീർച്ചയായും. അല്ല ഞാൻ തന്നെ അവരെ എങ്ങനെ പറഞ്ഞു, ഞാൻ അവർക്ക് ഇതിന്റെ മേന്മകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ അവരിങ്ങനെ ഇങ്ങനെയും ഉണ്ടല്ലേ, ഇങ്ങനെയും ആകാന്ന് പറഞ്ഞിട്ട് അവര് ഇതാകുക ചെയ്യുന്നത്. ഇനി വേറെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള പൊതുവെ ഉള്ള ഒരു അർത്ഥമാണ് ഈ പ്രൈവറ്റൈസേഷൻ സംതിങ് ഗുഡ് എന്നുള്ള അർത്ഥത്തിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു അൺഎയ്ഡഡ് കോളേജിലെ BA സൈക്കോളജിക്ക് ഒരു സെമസ്റ്ററിന് 18,000 രൂപയാണ് ഫീ. ഒരു സെമസ്റ്ററിന് 6 മാസത്തിന് 18,000 രൂപയാണ് ഫീ. കുട്ടി ആ കോളേജിലെ ബെഞ്ചും ഡെസ്കും പോലും കാണുന്നില്ല ഈ COVID-19 കാലത്ത്. ഓഫീസിൽ പോയി അഡ്മിഷനായി നേരെ വീട്ടിലേക്ക് പോയി. ഇഗ്നോയിലെ അത് 3 കൊല്ലവും കൂടി ചെയ്യാൻ ആകെ 14,000 രൂപയേ വരുന്നുള്ളൂ. നൽകിയിരിക്കുന്നതോ അതിഗംഭീരമായ സംഭവം. പക്ഷെ അത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ? MA സോഷ്യോളജി ആകെ നമുക്കുള്ള ഫീസ് 6,800 രൂപ, 7,000 രൂപ. മറ്റ് യൂണിവേഴ്സിറ്റികൾ നൽകുന്ന കോഴ്സ് ഫീയുടെ 10ൽ 1 ഭാഗമേ ഉള്ളൂ. നമ്മൾ ബുക്ക് വാങ്ങാൻ തന്നെ പോകുമ്പോൾ 450 രൂപയുടെ 500 രൂപയുടെ ഒരു വലിയ 10 കിതാബാണ് എടുത്ത് കയ്യിൽ തരുന്നത്. ഇത് സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ വീട്ടിലേക്ക് അയച്ചു തരുന്നു യൂണിവേഴ്സിറ്റി ഫ്രീ ആയിട്ട്. എന്റെ കോഅഡ്മിൻ കറക്റ്റ് ആണ് സാർ എന്ന് പറഞ്ഞു. അപ്രീസിയേഷൻ, താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മുടെ നിലവിലെ അവസ്ഥകൾ. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിലെ അസൈൻമെന്റ്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അസൈൻമെന്റ് സ്വന്തം കൈകൊണ്ട് ഉള്ളത്, മാനുസ്ക്രിപ്റ്റ് എന്നുള്ള അർത്ഥം, അതിന്റെ മലയാള വാക്ക് എന്താണെന്ന് അറിയാമോ? മാനുസ്ക്രിപ്റ്റ്, സ്വഹസ്താക്ഷരേഖ, അതാണ് മലയാളം. നാടൻ ഭാഷയിൽ പറഞ്ഞ സ്വന്തം കൈ കൊണ്ട് എഴുതണം. സ്വന്തം ഹസ്താക്ഷം, ഹസ്തത്തിന്റെ അക്ഷം, ഹസ്താക്ഷ രേഖ, മാനുസ്ക്രിപ്റ്റ്.